സംസ്ഥാന ബജറ്റിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധ വികസന പദ്ധതികൾക്കായി മികച്ച പരിഗണനയാണ് ലഭിച്ചതെന്ന് എം വിജിൻ എംഎൽഎ. 50 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റിൽ ഫണ്ട് അനുവദിച്ചത്. പഴയങ്ങാടി, ചെറുകുന്ന ടൗൺ എന്നിവിടങ്ങളിലെ സൗന്ദര്യവൽക്കരണത്തിന് 1 കോടി രൂപയാണ് അനുവദിച്ചത്. മതിയായ ഫണ്ട് ലഭ്യമാവാത്തതിനാൽ പ്രവൃത്തി പാതി വഴിയിലായ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കെട്ടിടത്തിന് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇരണാവ് ഡാം ടൂറിസം പദ്ധതിക്ക് 1 കോടി, നവകേരള സദസ്സിന്റെ ഭാഗമായി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതിക്ക് 7 കോടി തുടങ്ങി 50 കോടി രൂപയാണ് മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. ഇത്തവണ കല്യാശ്ശേരി മണ്ഡലത്തിന് മികച്ച പരിഗണനയാണ് ലഭിച്ചതെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ കല്യാശ്ശേരിക്ക് 50 കോടിയുടെ വികസന പദ്ധതികളാണ് ലഭ്യമായത്. അതിൽ പ്രധാനമായും നമ്മുടെ മെഡിക്കൽ കോളേജിൽ നമ്മുടെ ദീർഘകാലത്തെ ഒരാവശ്യമാണ് സ്ട്രോക്ക് യൂണിറ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഇന്നലെ നമുക്ക് അത് ലഭ്യമായി. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടി 15 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അനുമതിയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആയുർവേദ കോളേജിനും ദന്തൽ കോളേജിനും നഴ്സിംഗ് കോളേജിനും നമുക്ക് വിഹിതം ലഭ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ, അതോടൊപ്പം തന്നെ ക്ലേസ് ആൻഡ് സെറാമിക്സ്, ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കെൽട്രോൺ 6 കോടിയും ക്ലേസ് ആൻഡ് സെറാമിക്സിന് 3 കോടിയും ഇന്നലെ ബജറ്റിൽ അനുവദിക്കുകയുണ്ടായി. എല്ലാ മേഖലയിലും സർവ്വതല സ്പർശിയായ കല്യാശ്ശേരിയുടെ വികസനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ബജറ്റ് കൂടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതിയ സ്ട്രോക്ക് യൂണിറ്റ്, ഇന്റർവെൻഷണൽ റേഡിയോളജി ഉൾപ്പെടെ അത്യാധുനിക ഇമേജിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് 13 കോടിയും, ഡെന്റൽ കോളേജിന് 1 കോടി 50 ലക്ഷവും, നഴ്സിംഗ് കോളേജിന് 29 ലക്ഷവും, പരിയാരം ആയുർവേദ കോളേജിന്റെ വികസനത്തിന് 8 കോടി 10 ലക്ഷം രൂപയും അനുവദിച്ചതായി എംഎൽഎ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.